ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നദ്യാസ് ഡേയ്സ്. ഇന്ന് നമുക്ക് പെസഹ വ്യാഴാഴ്ച തയ്യാറാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും പെസഹ പാല് കുറുക്കിയതിന്റെയും റെസിപ്പി നോക്കാം. ആദ്യം ഒരപ്പം തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/4 കപ്പ് ഉഴുന്ന് നന്നായി കഴുകിയെടുത്ത് 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇനി ഇത് ഒന്നുകൂടെ കഴുകിയെടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന്റെ കൂടെ 8-10 മണി കുരുമുളകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. അരയാൻ വേണ്ടത്ര വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉഴുന്ന് മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. തേങ്ങ ചിരകിയത് അങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി, അതായത് നൂലപ്പത്തിന്റെ ഒക്കെ പൊടി, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും നമ്മൾ അരച്ചു വെച്ച ഉഴുന്നിന്റെ കൂട്ടും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ആകെ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇഡലി മാവിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഈ അപ്പത്തിന് ചെറിയ തോതിൽ പ്രാദേശിക ഭേദങ്ങളുണ്ട്. അതായത് ചിലരിതിലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാറുണ്ട്. ഞാനിത് ഞങ്ങളുടെ നാട്ടിലും വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാ സ്ഥലത്തും സെയിം ആണ്, വറുത്ത അരിപ്പൊടിയും ഉഴുന്നും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലെ ആവശ്യത്തിന് ഉപ്പില്ലേന്നൊന്ന് നോക്കാട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ഈ ബാറ്റർ 1 മണിക്കൂർ അടച്ചിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ആവി വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റീമറിലേക്ക് ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ലേ? ഇഡലി മാവിനേക്കാളും കുറച്ചുകൂടെ തിക്കാണേ. പെസഹ വ്യാഴാഴ്ച തയ്യാറാക്കുന്നവരെ ഓശാനയ്ക്ക് കിട്ടുന്ന കുരുത്തോല കൊണ്ട് ഇതിന്റെ മേലെ ഒരു കുരിശ് വെച്ച് കൊടുക്കാറുണ്ട്. ഞാനിത് മുന്നേ തയ്യാറാക്കിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. ഇതിപ്പോ 20 മിനിറ്റ് ആണ് ആവിയിൽ വേവിച്ചത്. നമുക്കൊരു സ്ക്യൂവർ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പെസഹ പാൽ എങ്ങനെയാണ് കുറുക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ശർക്കരയുടെ അച്ചുകൾ പല വലുപ്പത്തിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് കറക്റ്റ് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ശർക്കരയുടെ വെയിറ്റ് പറയുന്നത് കേട്ടോ. ശർക്കര പാനിയാക്കി വെച്ചെന്ന് മധുരം അനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം നമുക്ക്. ഇവിടെ ഇപ്പോൾ 70 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ മെൽറ്റ് ആക്കാൻ വെക്കാം. ഇത് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് കലക്കിയെടുക്കണം. തേങ്ങയുടെ 1-ാം പാല് 2-ാം പാല് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1/2 മുറി തേങ്ങയുടെ 2 പാലും കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്താൽ മതി. ഇത് പിരിയൊന്നുമില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിൽ കുറച്ച് തേങ്ങാപ്പാലിന്റെ കുറവും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ആകെ 1.5 കപ്പ് തേങ്ങാപ്പാല് 1-ാം പാലും 2-ാം പാലും കൂടെ ചേർത്തിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പൊ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി താഴെ പോയി അടിയും. പിന്നെ നമ്മുടെ പെസഹപ്പാല് ശരിയാവില്ല. ശർക്കര മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായി. അതിന്റെ ഭയങ്കര ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ചൂടിലുള്ള ഈ ശർക്കരപ്പാനി ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു 3-3.5 മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് കുറുകി കിട്ടിയത്. ഇപ്പൊ ഒരു 2.5 മിനിറ്റ് കഴിഞ്ഞു. തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ കുറുകിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്നാണ് കുറുകി വരിക. ഈ സമയത്ത് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കുറുകി വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഇത് ഒരുവിധം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ചു തുടങ്ങുന്നത് കാണാം നമുക്ക്. നന്നായി ഒന്ന് തിളച്ചോട്ടെ.
10 സെക്കൻഡ് ഇളക്കുന്നതൊന്ന് നിർത്തി നോക്കുമ്പോൾ ഇതുപോലെ തിള വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും 1 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജീരകം പൊടിച്ചതും ചുക്കിൻ്റെ പൊടിയും എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർക്കാറില്ല. ഇപ്പോൾ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള പെസഹ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വെക്കുകയും വേണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ അതിൻ്റെ മേലെ പാട പോലെ വരും. പെസഹ പാലിനും മേലെയും സെർവ് ചെയ്യുന്ന സമയത്ത് കുരുത്തോല കൊണ്ട് കുരിശുണ്ടാക്കി വെക്കാട്ടോ. ഒരു വർഷത്തിലെ ഈയൊരു ദിവസം മാത്രമേ ഇത് തയ്യാറാക്കൂ എന്നുള്ളതാണ് പെസഹ അപ്പത്തിൻ്റെയും പാല് കുറുക്കിയതിൻ്റെയും മറ്റൊരു പ്രത്യേകത. സാധാരണ വീട്ടിലെ ഗൃഹനാഥനാണ് പെസഹ അപ്പം മുറിക്കുന്നത്. എന്നിട്ട് ഓരോരുത്തർക്കും പെസഹ പാലിൽ മുക്കിയിട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും പെസഹ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.